ഹായ് നമുക്ക് അലോവേരയും നമ്മളെ പച്ചരി പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സോപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടീസ്പൂണ് പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതൊരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പേപ്പറിൽ വിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ ഒരു 3 അലോവേര ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിങ്ങനെ ഒന്ന് ചാരി വെക്കാം കേട്ടോ. അതിൻ്റെ ഒരു മഞ്ഞ കറ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്താവരുത് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പീഡിൽ പറയുന്നത്. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് ഒരു 6 മണിക്കൂറിന് ശേഷം അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ കറയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് അങ്ങോട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് കറയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്നും കൂടിയും പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറയൊക്കെ നമുക്ക് മുഖത്തിനൊക്കെ ഒരു ചൊറിച്ചിലുണ്ടാക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഊറ്റിയെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ പൊടി ഈ പച്ചരി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ മിക്സിയുടെ ജാറിൽ ഒരു അലോവേര ഇല്ലേ നമ്മൾ ആക്കിയത്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച പൊടി അതിനൊരു 4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഈ അലോവേരയുടെ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇതേപോലെ വെള്ളം പോലെ ആയി കിട്ടും കേട്ടോ. പിന്നെ ഒരരിപ്പ വെച്ചിട്ട് അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അതിലത്തെ അരിയുടെ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂണ്, ഇല്ലെങ്കിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സംഭവമാണ് ഈ സോപ്പ് ബേസ് എന്ന് പറയും. ഇത് 1 കിലോൻ്റെ കേട്ടോ. ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതാണ്. അതിന് ഞാനൊരു പകുതി എടുത്തിട്ട് അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ വേണം നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മെൽറ്റ് ചെയ്യാൻ, ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇത് ശരിക്കൊരു വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. അതിങ്ങനെ ഉരുകിയിട്ട് ഒരു പത പോലെയൊക്കെ ആയിട്ട് അങ്ങനെ വരും. അതിന് ശേഷം നമുക്ക് ഈ സോപ്പിനൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് മുല്ലപ്പൂവിൻ്റെ മണമുള്ള ഒരു ഇതാട്ടോ. അത് ഞാനതിന് ഒരു 2-3 തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോക്ക് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തത്. അത് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ വക്കത്തൊക്കെ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് സോപ്പ് മോൾഡ്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ. ഞാൻ ആ സോപ്പ് ബേസും ഇതും കൂടി ഒരുമിച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനധികം വിലയൊന്നുമില്ല, 110-120 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൽ പിടിക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഒഴിച്ച് കൊടുക്കാം. സോപ്പ് മോൾഡ് വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മളെ സാധാ സ്റ്റീൽ പാത്രം എന്തിലും ഒഴിച്ച് കഴിഞ്ഞാലും അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രത്തിലും കൂടി ഞാനൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിലും കൂടി ഞാനൊരു ലേശം എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ചൊരു പകുതിയോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിതൊരു ടീസ്പൂൺ വെച്ചിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പത പോലെ നമ്മൾ സോപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഫുള്ളായിട്ട് ഇതൊക്കെ എടുത്തു. ഇപ്പോൾ കാണാനായിട്ട് നല്ല വൃത്തിയുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കിതൊരു 1 മണിക്കൂർ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതിൽ ചേർത്ത വിറ്റാമിൻ ഇ ആണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും ഒക്കെ നമ്മളെ മുഖത്തിനൊക്കെ നല്ല സോഫ്റ്റ്നെസ് തരുന്നതാണ്. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തു. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ അടിപൊളിയായി. അപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്ത് പാത്രത്തിലാണോ നമ്മൾ ഒഴിക്കുന്നത് അതിൻ്റെ ആകൃതിയിലാണ് നമുക്ക് സോപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളെ ഹാർട്ട് ഷേപ്പായിട്ടും റൗണ്ടായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാം ഒരേപോലത്തെ ഷേപ്പാട്ടോ. അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ
നമ്മുടെ ഈ അരിപ്പൊടി അലോവേര ഒക്കെ നമുക്ക് മുഖത്തത്തെ കറുത്ത പാടുകളും ഒക്കെ പോകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ പാത്രത്തിൽ ഒഴിച്ചത് ഞാനൊരു കത്തിയും കൊണ്ട് അരിക് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ കൊട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിലേക്ക് ചാടിയുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ശരിക്ക് നമ്മുടെ ഒരു അലുവ കഷ്ണം പോലെയാണ് ഇപ്പോൾ ഇരിക്കുക. ഇനി ഇത് കുറച്ച് ദിവസം ഒരു 3-4 ദിവസമെങ്കിലും ഇരുന്നിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ സോപ്പിന് നല്ല ഉറപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സോപ്പിൻ്റെ മോൾഡ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.